സിനിമാക്കാരൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊണ്ണ് ഉണ്ട് കണ്ട്രേ ഈ തമിഴ് സിനിമയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ജിയോ സിനിമയിൽ ഡയറക്റ്റ് OTT റിലീസായി വന്നിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയ എന്നൊരു സംവിധായികയാണ്. ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അശോക് സെൽവൻ, വസന്ത് രവി, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവരാണ്. അശോക് സെൽവനെ കുറിച്ച് നമുക്കറിയാം, ബ്ലൂ സ്റ്റാർ പോലുള്ള സിനിമകളൊക്കെ അടുത്തിടെ വന്നിട്ടുണ്ടാണ് അദ്ദേഹത്തിന്റെ. വസന്ത് രവി നമ്മുടെ രജനീകാന്തിന്റെ ജയിലർ സിനിമയിൽ രജനീകാന്തിന്റെ മാനായിട്ട് അഭിനയിച്ചിട്ടുള്ള നടനാണ്. മലയാളിയായ ഐശ്വര്യലക്ഷ്മി. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന പ്രിയ എന്ന് പറയുന്ന സംവിധായകയുടെ മുന്നേ വന്നിരിക്കുന്ന സിനിമയാണ് കണ്ട നാൾ മുതൽ. വളരെ ഗംഭീരമായൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പറഞ്ഞ ആ സിനിമ മികച്ചൊരു സിനിമ തന്നെയായിരുന്നു. സംവിധായകയുടെ പൊണ്ണ കൊണ്ട് കണ്ട്രേൻ എന്ന ഇതേ സിനിമയും ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് സംസാരിക്കുന്നത്. സാധാരണ തമിഴ് സിനിമകളിലൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു ഫോർമാറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നായകൻ രണ്ട് നായികയെ പ്രേമിക്കുന്ന ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയൊക്കെ പല നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ കഥയെ ഒരു പെണ്ണിന്റെ പെർസ്പെക്റ്റീവ് വേർഷനിൽ എപ്രകാരം ഇരിക്കുന്നതാണ് സംസാരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വന്നാൽ ശിവ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ശിവയെ അവതരിപ്പിക്കുന്നത് അശോക് സെൽവനാണ്. സായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വസന്ത് രവിയാണ്. ഐശ്വര്യലക്ഷ്മി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ശാന്തി എന്നാണ്. ശിവ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. സായി ആണെങ്കിൽ അമ്മയെ വളരെയധികം കെയർ ചെയ്യുന്ന, അമ്മയോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഒരു അസുഖമുണ്ട്, ആ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ അമ്മയെ കെയർ ചെയ്യ അമ്മയുടെ അടുത്ത് ഫുൾ ടൈം താമസിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഐശ്വര്യലക്ഷ്മി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ഷെഫാണ്. ആ ഷെഫ് ജോലിയിലായിട്ടൊരു പേരെടുക്കണമെന്ന് അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിക്കുന്നത്. സായിയും ശിവയും ചെറുപ്പം മുതൽ കൂട്ടുകാരാണെങ്കിൽ തന്നെയും പരസ്പരം ദേഷ്യവും പകയും വച്ചു പുലർത്തുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. അതിന് കാരണം അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന സുന്ദരി എന്നൊരു പെൺകുട്ടിയായിരുന്നു. പിന്നീട് റീയൂണിയൻ ഫംഗ്ഷനിൽ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടുകയും അതേ ഫംഗ്ഷനിൽ വെച്ച് അവർ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് ആവുകയും ചെയ്യുകയാണ്. ഈ റീയൂണിയൻ ഫംഗ്ഷനിൽ വെച്ച് വീണ്ടും വളരെ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ടുപേരുടെ ഇടയിലേക്ക് ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്രം കടന്നു വരികയാണ്. ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്രം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വീണ്ടും പഴയ പ്രശ്നങ്ങൾ തലമുക്കുകയാണ്. അത് എത്രമാത്രം മൂന്ന് കഥാപാത്രങ്ങളെ ബാധിക്കുന്നെന്നാണ് സിനിമ പറയുന്നത്. സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിലേക്ക് കടന്നാൽ സിനിമ കഥ പറയുന്ന രീതി തന്നെയാണ്. വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില എലമെന്റുകൾ സിനിമയുടെ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ രണ്ട് സർപ്രൈസുകൾ വളരെ ഗംഭീരമാണ്. അതായത് ഐശ്വര്യലക്ഷ്മിയുടെ പാസ്റ്റ് പറയുന്ന രംഗവും പിന്നീട് ഐശ്വര്യലക്ഷ്മിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ട്വിസ്റ്റുമുണ്ട്. അത് രണ്ടും വളരെ ഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ആദ്യ പകുതിയിൽ വളരെ ഗംഭീരമായി പോകുന്ന സിനിമ രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയുടെ അതേ സ്പീഡും അതേ തീവ്രതയും നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നി. സിനിമയുടെ BGM, സിനിമയുടെ പാട്ടുകളൊക്കെ വളരെ ഗംഭീരമായി തന്നെ തോന്നി. യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക്. ഒരുപക്ഷെ അദ്ദേഹം നിർമ്മിച്ചത് കൊണ്ട് തന്നെയായിരിക്കും ഈ സിനിമയിൽ അദ്ദേഹം മാക്സിമം ഔട്ട്പുട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗംഭീരമായ BGM, ഗംഭീരമായ പാട്ടുകൾ. മറ്റൊരു പോസിറ്റീവിനെ കുറിച്ച് പറഞ്ഞാൽ അഭിനയിച്ചിരിക്കുന്ന മൂന്ന് താരങ്ങളുമാണ്. വളരെ ഗംഭീരമായി അവർക്ക് കൊടുത്തിരിക്കുന്ന റോളുകൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് ഐശ്വര്യലക്ഷ്മി അവതരിപ്പിച്ച കഥാപാത്രമാണ്. ആ ക്യാരക്ടറിന്റെ ആർക്ക്, അതിന്റെ ഡയമെൻഷൻ ഒക്കെ വളരെ മനോഹരമായി തന്നെ ഐശ്വര്യലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വുമണായിട്ടാണ് ഈ സിനിമയിൽ അവർ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. ആ സോങ് നല്ല സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായി തോന്നി. നെഗറ്റീവിനെ കുറിച്ച് പറഞ്ഞാൽ സിനിമയുടെ സംഭാഷണങ്ങൾ കുറച്ചുകൂടി ഡെപ്ത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഐശ്വര്യലക്ഷ്മി ഈ രണ്ടുപേരിൽ ആരെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ വരുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് കൊടുത്തിരിക്കുന്ന ഡയലോഗുകൾ, അവർക്ക് ആ ക്യാരക്ടർ കടന്നു പോകുന്ന ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി ഡെപ്ത് ആക്കാമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്, പടത്തിന്റെ ആദ്യ പകുതിയിലുള്ള ആ ഒരു പടത്തിന്റെ ഇന്റൻസിറ്റി സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നില്ല നമുക്ക്. അപ്പൊ എന്ന രീതി പടം ഒരു പക്കാ മോശം സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്റർവെല്ലിന് ശേഷം ഐശ്വര്യലക്ഷ്മിയുടെ ഒരു പാസ്റ്റ് റിവീൽ ആവുന്ന ഒരു രംഗമുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു സർപ്രൈസ് എലമെന്റ് ആണ് അത് കുറച്ച് അതിന്റെ വരുന്ന കോൺഫ്ലിക്റ്റുകൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കുകയാണെങ്കിൽ സിനിമ നമുക്ക് പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് സിനിമയുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആവാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ടോട്ടലി സിനിമ ഒരു വർത്ത് വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ആവറേജ് കഥയും ഒരു ആവറേജ് സംവിധാനവും മികച്ച പാട്ടുകളും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുമായി മൂന്നുപേരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പടത്തിന്റെ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 3.5 ഔട്ട് ഓഫ് 5. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.